എടുക്കാൻ പോവാം. എവിടെ ഇത്ര നിർത്തി വെച്ച് പൊക്കോണ്ടിരിക്കണത്? ന്യൂ ഇയർ അല്ലടാ, ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ലോസ് ആൻഡോസിൽ ഒരു വൻ കോൺസെർട്ട് നടപ്പുണ്ട്. അതിലെന്തോ വിശിഷ്ട അതിഥി കേട്ടതാ പറയണ. അതിന് ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയാണ് പൊക്കോണ്ടിരിക്കണ. ചോപ്പേ നീ വേണം, ഈ ഇറക്കല്ലേ എല്ലാവർക്കും കൂടി അങ്ങ് സെലിബ്രേറ്റ് ചെയ്തേക്കാം. പക്ഷെ എന്നല്ലടാ, നമുക്കിപ്പോ സമയമില്ല. ടിക്കറ്റ് ഒക്കെ പെട്ടെന്ന് തീർന്നോണ്ടിരിക്കുന്ന പറയാം. വേഗം ചെന്നില്ലേ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. സോ വേഗം പോയിട്ട് ടിക്കറ്റ് വെച്ചതിന് മുമ്പ് ന്യൂ ഇയർ പാർട്ടിക്കുള്ള ഒരു 2 ടിക്കറ്റ് മേടിക്കാം. ചോപ്പിനും കൂടി ചേർത്ത് 3 ടിക്കറ്റ് ഞാൻ മേടിച്ചോണ്ടിരാം. ഓക്കെ, വണ്ടി വേഗം വിടറാ. ആ കോൺസെർട്ടിന്റെ ടിക്കറ്റിന് നല്ല ഡിമാൻഡാന്നാ കേട്ടത്. വേഗം ചെന്നില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ. ഓക്കെ, അങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി പരിപാടി നേരത്തെ ബുക്ക് ചെയ്യേണ്ടായിരുന്നു. ഇനിയിപ്പോ ടിക്കറ്റ് കിട്ടുമോ? എന്താ മോനെ, ഇത്രയും വണ്ടികൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണോ? വണ്ടി ഇവിടെ പാർക്ക് ചെയ്യടാ. ചോപ്പേ വേണോ വേഗം പോ. ഓൾറൈറ്റ്, ഇവിടെ എങ്ങനെയായിരുന്നല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. അതെ, ഇവിടെ നല്ല ക്യൂ കാണുന്നുണ്ട്. എന്റെ കളിയാ, ഇത്രയും ക്യൂ ആ. ഇത് തണ്ടി ഇപ്പൊ ചെല്ലാനോ? നോക്കട്ടെ. ചേട്ടാ, ഇനി ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോലെ ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയത്. അതെ, അത് തന്നെ അവിടെ ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷെ ഈ ക്യൂ നിൽക്കാതൊന്നും നടക്കില്ല. ഓക്കെ, ക്യൂ ഇവിടെ നിൽക്കാം നമുക്ക്. ക്യൂ നിൽക്ക്, ഞാൻ വണ്ടി കാണും. ഞാൻ ഇതിൽ ഇവിടെ വെറുതെ നിൽക്കണത്. ശരി എന്നാ ഫ്രാങ്ക്ലിൻ ഭായ്. ഓക്കെ ശരി എന്നാ. നമുക്ക് വണ്ടിയിലേക്കാം. ഇത് കുറെ സമയം പിടിക്കും. ഷിൻചാനും ചോപ്പും അങ്ങോട്ടേക്ക് പോയി. ഓക്കെ, ഇത്ര പെട്ടെന്ന് എന്റെ പുറകിൽ അടുത്ത ആൾക്കാർ വന്നു. എനിക്ക് ടിക്കറ്റ് കിട്ടുന്ന ഡൗട്ടാ. അപ്പൊ എന്റെ പുറകിൽ ആള് വന്നിരിക്കണ. കപ്പിൾസ് ആണല്ലോ, ഇവിടെ ഒത്തിരി കപ്പിൾസ് ഉണ്ട് കേട്ടോ. ഇത് എത്ര നേരം എടുക്കും അറിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കേറി നോക്കട്ടെ. ടിക്കറ്റ് കിട്ടുമത്. ഓക്കെ. ഓ മൈ ഗോഡ്, അവിടുന്ന് ചുറ്റി കറങ്ങി ഇത്രയും ദൂരം പിന്നെ. ഓക്കെ തിരിച്ചു പോയി നമ്മുടെ ക്യൂവിൽ കയറി നിൽക്കാം. ഓക്കെ, അങ്ങനെ ഫൈനലി വന്നു നമ്മൾ ഇവിടെ എത്തി. ഇനി ബാക്കിൽ പിന്നെയും കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവരും കൂടി പോയി കഴിഞ്ഞാൽ അടുത്തത് നമ്മളാ. അടുത്തൂടെ കിട്ടും ടിക്കറ്റ്. ഈ ബാക്കിൽ നിൽക്കുന്നവർക്കൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് പിന്നെ കിട്ടാണ്ടിരിക്കും. ഓക്കേടാ, അതെ അവര് ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് പോകുന്നുണ്ട്. അടുത്തത് ഞാനാ. സെറ്റ്. ഓക്കെ അടുത്തോള് വരട്ടെ. ഓക്കെ ചേട്ടാ, ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാട്ടാ വന്നത്? ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് അയൺമാനാണ് വരാൻ വേണ്ടി പോകുന്നത്. അയൺമാൻ DJ പാർട്ടി. ഓക്കെ ചേട്ടാ, അന്നൊരു 3 ടിക്കറ്റ്. 3 ടിക്കറ്റ്. അതിന് നിന്റെ പാർട്ണർ എന്ത്? പാർട്ണർ അല്ല ചേട്ടാ. 3 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലൊരു ചെക്കൻ ഷിൻചാൻ, പിന്നെ വീട്ടിലൊരു പട്ടി. അമ്മ 2 കാറിന്റെ അവിടെ ഉണ്ട്. അതാ 3 ടിക്കറ്റ്. ചെറുക്കാൻ നീ എന്താ പറയണത്? ഈ പാർട്ടി കപ്പിൾ പാർട്ടിയാ. കപ്പിൾസിന് മാത്രമേ ഇതിനകത്ത് ടിക്കറ്റ് വിടാൻ വേണ്ടി പറ്റുള്ളൂ. കപ്പിൾസിന് മാത്രമേ ടിക്കറ്റ് തരാൻ വേണ്ടി പറ്റുള്ളൂ. നീ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ല. നിന്നെ കണ്ടാലറിയാം നീ സിംഗിൾ ആണെന്ന്. വെറുതെ സമയം മെനക്കെടുത്താതെ സ്ഥലം കളിയാക്കാൻ നോക്കി. എന്ത് കപ്പിൾസിന് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ? ചേട്ടനായിട്ട് പറഞ്ഞ ഞാൻ ഇത്ര നേരം ക്യൂ നിന്നപ്പോ ആരും എന്നോട് പറഞ്ഞില്ല. ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോഴാണോ പറയണത്? അതിന് നീ ആരോട് ചോദിച്ചില്ല. ചോദിക്കാണ്ടതിനാ നിന്നോട് പറയണതേല്ലോ. ഞാൻ ചോദിച്ചില്ലെന്നാ താനിത് എന്താണോ പറയണത്? ചേട്ടാ വെറുതെ പുള്ള കളിക്കാതെ ടിക്കറ്റിങ് എടുത്തി. അതൊക്കെ എനിക്ക് പറഞ്ഞാൽ സാധിക്കല്ലേ. അപ്പുറത്തോണ്ടാ പോലീസൊക്കെ നിപ്പുണ്ട്. അവരെ വിളിക്കണ ഞാൻ. നിന്നെ കഴുത്തെ പിടിച്ച് വെളിയത്തുള്ളവര്. കപ്പിൾസിന് മാത്രമേ ഈ ഒരു കോൺസെപ്റ്റിൽ എൻട്രി ഉള്ളൂ. സിംഗിൾസ് ഒക്കെ ഒറ്റക്ക് ന്യൂ ഇയർ ആഘോഷിച്ചാൽ മതി. മര്യാദക്ക് ഇവിടുന്ന് വെക്കോ, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി വിളിക്കും. സെക്യൂരിറ്റി ഇവരെ കഴുത്തെ പിടിച്ച് വെളിത്തല്ലേ. അവിടെ പ്രശ്നം ഉണ്ടാക്കണത് ഇവനെ ഇങ്ങോട്ട് വേണം. കഴുത്തെ പിടിച്ച് വെളിത്തല്ലേ. ഞാൻ പൊക്കോളാം. എന്നെ തൊട്ടാണ്ടല്ല ഇവിടെ നീ വീഴും, മനസ്സിലായ? ഞാൻ പൊക്കോളാം. നിന്റെ ഒക്കെ ഒരു പാർട്ടി ഇതിനകത്തല്ലേ പാർട്ടി നടക്കണ. വലിയ ഹാളൊക്കെ ആയിരുന്നു, വലിയ കോൺസെർട്ട് ആയിരുന്നു. എടാ അതല്ലേ ഇവരൊക്കെ കപ്പിളായിട്ട് നിൽക്കണത്. ശരിയാടാ, ഒറ്റ സിംഗിളിനെ പോലും ഞാൻ കണ്ടില്ല. ഇവിടെ സിംഗിൾ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാ പിന്നെ ഇവന്മാർക്ക് ക്യൂ നിൽക്കുമ്പോൾ പറയാൻ പാടില്ല. ക്യൂ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയണ കപ്പിൾ എൻട്രി ആണ് പോലും. അറിഞ്ഞില്ല. എന്നെക്കാളും മുമ്പ് ടിക്കറ്റ് എടുത്തവര്. പോട്ടെ ഷിൻചാനെ, ചോപ്പേ. ടിക്കറ്റ് കിട്ടിയാ? ടിക്കറ്റ് കിട്ടിയില്ലടാ. അമ്മാരെല്ലാം ക്യൂ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയണത് കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. അതായത് കപ്പിൾസിന് മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പൊ ഈ ന്യൂ ഇയർ നമുക്ക് പാർട്ടി ഇല്ലേ? നമുക്ക് പാർട്ടി ലോസ് ആൻഡോസിൽ ആകെ ഉണ്ടായിരുന്ന ന്യൂ ഇയർ പാർട്ടി ഇതായിരുന്നു. അതിലാണ് കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ലോസ് ആൻഡോസിലുള്ള പാവപ്പെട്ട ആൾക്കാര് സിംഗിൾസ് ഒക്കെ എന്ത് ചെയ്യും? ന്യൂ ഇയർ വേണ്ടി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലടാ ഷിജാനി. ഇവന്മാര് പാർട്ടി കയറ്റിയില്ലെങ്കിൽ നമുക്ക് പാർട്ടി ഇല്ലെന്നാണ് വിചാരം. ഞാൻ ഉണ്ടാക്കൂടാ പാർട്ടി. ഞാൻ ലോസ് ആൻഡോസിൽ ഏറ്റവും വലിയൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് എല്ലാ സിംഗിൾസിനെയും വിളിച്ച് സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് വൻ പാർട്ടി നടത്താൻ വേണ്ടി തീരുമാനിച്ച ഷിജാനെ. വാടാ, വന്ന് വണ്ടിയിലേക്ക് കയറി. ഇന്ന് രാത്രിക്കുള്ളിൽ ഒരു ബിഗ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. അല്ല പിന്നെ ഇവന്മാര് കയറ്റിയില്ലേ നമുക്ക് പാർട്ടിയില്ലേ? ദിസ് പാർട്ടി ഈസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ദി സിംഗിൾസ്. ഈ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ പാർട്ടി കണ്ടക്ട് ചെയ്ത് അവന്മാരുടെ പാർട്ടിയിലുള്ള എല്ലാവരെയും നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവന്മാരുടെ പ്രതികാരം വീട്ടിൽ തന്നെ ആയിരിക്കും. ഇതിനുവേണ്ടി കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. സ്റ്റേജ് സെറ്റ് ചെയ്യണം, ലൈറ്റ് സെറ്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, നമ്മൾ ബീച്ച് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. എന്തിനാ ബീച്ച് സൈഡിലേക്ക് വന്നത്? എടാ, നമ്മൾ പാർട്ടി നടത്താൻ വേണ്ടി പോയില്ലേ? അതിന് പറ്റിയ നല്ല സ്ഥലം നോക്കി വന്നത്. അല്ലെങ്കിലും വലിയ പാർട്ടി നടത്തു പോവാം. നല്ല ബീച്ച് സൈഡിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ട രീതിയിൽ നല്ല സ്പേസ് കൂടി നടത്തണം. അല്ലാതെ അവന്മാരെ പോലെ ചെറിയൊരു ഓഡിറ്റോറിയം എടുത്തിട്ട് അത് നടക്കാൻ ആർക്കും വേണമെങ്കിലും പറ്റും. പക്ഷെ നമ്മൾ ഈ പാർട്ടിക്കുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആദ്യമേ ഇവിടെ ഇങ്ങനെ പാട്ട് നടക്കണമെന്ന് എല്ലാവരും അറിയിക്കണം. അതിനുവേണ്ടി പോസ്റ്ററൊക്കെ അടിക്കാനുണ്ട്. കുറെ പണി നടപ്പുണ്ട്. ഫസ്റ്റ് സ്പോട്ട് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഇത് അത്യാവശ്യം തിരക്കുള്ള ബീച്ചാണല്ലോ. ഞാൻ നിൽക്കണം, ഞാൻ നോക്കട്ടെ. ഈ ബീച്ച് നല്ല ബീച്ച് തന്നെയാണ്.
പക്ഷേ ഇവിടെ രാത്രിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആവും. അപ്പുറത്ത് കുറച്ചുകൂടി പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ച് ഉണ്ട്, അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു. നല്ല സ്പോട്ട് ആദ്യം സെറ്റ് ചെയ്യണം. ഇന്ന് വൈകുന്നേരത്തേക്കുള്ളിൽ എല്ലാ പരിപാടി സെറ്റ് ചെയ്ത് രാത്രി 8 മണി 9 മണിയാകുമ്പോ നമ്മുടെ പരിപാടി ഓണാക്കണം. ഈ ബീച്ചിന്റെ അടിപൊളി അപ്പുറത്തെ ബീച്ചിലേക്ക് പോയി നോക്കാം. എന്റെ കണക്കുകൊണ്ട് ശരിയാണെങ്കിൽ അവിടെ ഒരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇത് തന്നെ ഇവിടെ കുറച്ചും കൂടി ശാന്തതയുള്ള ഒരു ബീച്ചാണ്. നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മുടെ പാട്ട് സെറ്റ് ചെയ്യുന്ന മുമ്പ് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ച് ചാനൽ ഫുൾ സപ്പോർട്ട്. ഓക്കെ, ഇവിടെ പിന്നെയും കുറച്ച് തിരക്ക് കുറഞ്ഞ ഒരു ഏരിയ ആണ്. ഇവിടെ നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. മറ്റേ ആ ഒരു പാർട്ടി നടത്തുന്ന സ്ഥലത്തെ പോലെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക്. എന്നിട്ട് ഇവിടെ വന്ന് നമ്മുടെ പാർട്ടി എൻജോയ് ചെയ്യാനും പറ്റും. തീരുമാനിച്ചു ഈ സ്ഥലം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല വിശാലമായ സ്ഥലവും ഇവിടെ ഉണ്ട്. അധികം തിരക്കില്ല. ഇവരെയൊക്കെ നമുക്ക് ഒഴിപ്പിക്കാവുന്നുള്ളൂ. എന്താ ട്രാക്ടർ കിടക്കണം. ഓക്കെ, ഞാനേ സ്ഥലം ഫിക്സ്. ഇനി ഈ സ്ഥലത്തേക്ക് പാർട്ടിക്ക് വേണ്ടി സ്പീക്കർ, പിന്നെ കുറെ സാധനങ്ങള്, അത് ഇത് ആൾക്കാര്, പ്രൊമോഷൻ, പാർട്ടി ഐറ്റംസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മേടിച്ച് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്ക് വിശിഷ്ട അതിഥി വേണം. അവരുടെ പാർട്ടിക്ക് അയൺമാൻ അല്ലേ, അതുപോലെ നമ്മുടെ പാർട്ടിക്ക് ഏതെങ്കിലും വിശിഷ്ട അതിഥി. എന്റെ മനസ്സിൽ ഒരാളുണ്ട്, അയാളെ ഞാൻ കൊണ്ടുവരും. പക്ഷെ അതാരാണെന്നുള്ളത് ആള് വരുമ്പോ നിങ്ങൾ അറിഞ്ഞാൽ മതി. സർപ്രൈസ് ആണത്, സർപ്രൈസ്. അങ്ങനെയെങ്കിൽ ആദ്യമേ നമുക്ക് പോസ്റ്റർ അടിക്കാൻ വേണ്ടി പോസ്റ്റർ അടിക്കുന്ന കടയിലേക്ക് പോവാം. അവർക്ക് പോസ്റ്റർ അടിക്കാനുള്ള സാധനം കൊടുത്തിട്ട് സാധന സാമഗ്രികൾ മേടിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, സോ നേരെ പോസ്റ്റർ അടിക്കുന്ന കടയിലേക്ക്. ഓക്കെ, ന്യൂ ഇയർ പാർട്ടിയുടെ ഒരു പോസ്റ്റർ അല്ലേ? ഓക്കെ, ഇത് സിമ്പിൾ. 100 പോസ്റ്റർ അല്ലേ? ഒരു 2.5 മണിക്കൂറിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അത് കഴിഞ്ഞ് വന്ന് മേടിച്ചു. 2.5 മണിക്കൂറിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ബ്രോ, താങ്ക് യു. ഓൾറൈറ്റ്, അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയുള്ള പോസ്റ്റർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റർ കടയിൽ കൊടുത്തിട്ടുണ്ട്. ശരിയാനെ പോസ്റ്റർ റെഡിയാക്കാന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാറിൽ നടക്കുന്നു എന്നുള്ള വണ്ടി മാറ്റണം. സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ലോറിങ് എടുത്തിട്ടുണ്ട്. ഒരു DJ പാർട്ടിക്ക് ആദ്യം വേണ്ടത് സബ് വൂഫേഴ്സ് ആൻഡ് സ്പീക്കേഴ്സ്. അതിനുവേണ്ടി അത് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ സ്പീക്കറും കാര്യങ്ങളൊക്കെ മേടിച്ചോളവരുണ്ട്. ചേട്ടാ, നമ്മുടെ പാട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ച ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്ര സ്പീക്കർ പോരാ, ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കും. ഓക്കെ, സ്പോട്ടെത്തി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് അടുത്ത സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാം. വേഗം ഇറക്കാം, കളയാൻ വേണ്ടി സമയമില്ല. എല്ലാത്തിനും നമ്മൾ മാത്രമല്ലേ ഉള്ളു. ഓക്കെ, ഈ സാധനമൊക്കെ ഇറക്കി ഇവിടെ വെക്കാം. ഇങ്ങനെ സ്പീക്കേഴ്സ് എല്ലാം ഇറക്കി താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഒരു പാട്ട് നടത്തണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം. ഇവിടെ കുറെ ഇക്വിപ്മെന്റ്സ്, സ്റ്റേജിനുള്ള കാര്യങ്ങൾ, അത് ഇത് എല്ലാം. പിന്നെ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസ് യൂണിഫോം ഉപയോഗിക്കണം. ഇവിടെ അടുത്തുള്ള ബേവാച്ച് യൂണിഫോം വേണം. അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. ഇരിക്കട്ടാ, നമ്മുടെ പാർട്ടിക്ക് പോലീസ് പ്രൊട്ടക്ഷനും അല്ല. ഓക്കെ, സോ അടുത്ത സാധന സാമഗ്രികൾ മേടിക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് സിറ്റിയിലേക്ക് പോവാം. അടുത്തായിട്ട് സ്റ്റേജിനുള്ള സാധനങ്ങൾ മേടിച്ചോണ്ടിരാം. പിന്നെ നല്ലൊരു DJ കാർക്ക് പരിപാടിയും കൊടുക്കണം. ഓക്കെ, അടുത്തായിട്ട് സ്റ്റേജിനുള്ള വേറൊരു സാധനം നമ്മൾ കൊണ്ടുവന്നേക്കണം. ഈ സാധനം ഭയങ്കര വലുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിൻചാനെ ചോപ്പിന് എനിക്ക് വണ്ടി നിറക്കേണ്ടി വന്നു ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ അതുമായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ പാർട്ടി സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതും ഇവിടെ ഇറക്കി വെക്കാം നമുക്ക്. ഇതോട് വലിയ സാധനങ്ങളാന്ന് നോക്കി. ഇത് സ്റ്റേജിന്റെ മേലിൽ വെക്കുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞത്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ആളെ കൊണ്ടുവരാൻ അത് വേറെ ആയിരിക്കും. അങ്ങനെ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും ഒരു പാട്ട് നടത്താൻ വേണ്ടി പാട്ടാ. ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ പാർട്ടി നമ്മള് ഓൾ കേരള സിംഗിൾസിന് ഡെഡിക്കേറ്റ് ചെയ്തേക്കുവാണ്. എന്താണ് നിന്ന് ആടുന്നത്? ഇനിയും കുറെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കണ ഷിൻചാനെ ചോപ്പേ, കമോൺ. അങ്ങനെ നമ്മുടെ സ്റ്റേജിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയുള്ള സ്റ്റേജ്. ഞാനൊരു ഇത് കാണിച്ചിട്ട് അവരോട് അതുപോലെ പണിയാണ് പറഞ്ഞത്. ഇവരെന്താണ്ടൊക്കെ കാണിക്കേണ്ടത് ഈ മേളിൽ കയറുന്ന പണിയാണ്. ചേട്ടനോട് എന്തൊക്കെ കഠിനമായ പണിയുണ്ട്. അത് ശരി, നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള കസേര. ഇത് റോഡിൽ കൂടി പോണവരൊക്കെ വന്ന് കയറിക്കാൻ തുടങ്ങിയ ചേച്ചി ഇറങ്ങിപ്പോ. എന്റെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോ, എല്ലാവരും ഇറങ്ങിപ്പോ. അയ്യോ സോറി, ഞാൻ ഇവർക്കൊക്കെ വേണ്ടി ഈ പരിപാടി നടത്തുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ സമയമായി കഴിഞ്ഞാൽ വരാൻ പാടുള്ളൂ. ഇവിടെ പണി ആരും ഇന്ററപ്റ്റ് ചെയ്യരുത്. ഇവിടെ ഒരു ചേട്ടൻ കടിച്ചുറപ്പിച്ച് വെച്ചോണ്ടിരിപ്പുണ്ട്. ചേട്ടൻ മര്യാദക്കൊക്കെ പണിയെടുക്കുക. രാത്രിക്കുള്ളിൽ പരിപാടി തീർത്തരുന്നതാണ് നിങ്ങൾ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞേക്കണം. അതേ നമ്മുടെ കോൺട്രാക്ടർ ഇവിടെ നിപ്പുണ്ട്. ഇവിടെ എന്റെ അളിയാ 3-4 പേര് ഒരുമിച്ചിരുന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തോണ്ട് വന്ന് ഈ സാധനമൊക്കെ വെച്ച് വണ്ടി സെറ്റപ്പ് ചെയ്യാനാണ് നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞേക്കുന്നത്. കോൺട്രാക്ടർ ചേട്ടാ, എന്താ ഈ പണിയൊക്കെ? മുതലാളി, പണിയൊക്കെ അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 6 മണിന്നല്ലേ പറഞ്ഞ, ഇത് 5:30 ഞങ്ങൾ തീർത്തു. അത് കേട്ടാ മതി കോൺട്രാക്ടറെ. ഓക്കെ, കോൺട്രാക്ടർ എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ബിയറിന്റെ സ്പോൺസർഷിപ്പ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർട്ടി ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല തന്നെ ഈ ഒരു സംഭവത്തിൽ ഞാൻ പൈസ നോക്കുവോ? ഇതെന്റെ വാശിയാ. ഓക്കെ, എന്തായാലും പണി നടക്കട്ടെ. അയ്യോ, ഒരു മെയിൻ കാര്യം മറന്നുപോയി. നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള പോസ്റ്റർ അടിക്കാൻ കൊടുത്തില്ലേ, അതിപ്പോ ആയി കാണും. അതെടുത്തോണ്ട് പോയി റോഡ് നീളം ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാ. ഓക്കെ, നമുക്ക് നമ്മുടെ പോസ്റ്റർ അടിക്കാൻ കൊടുത്ത സ്ഥലത്തേക്ക് വിടാം. ഓക്കെ, നമ്മുടെ കോൺസെർട്ട് പോസ്റ്ററുകളൊക്കെ വണ്ടിയിൽ കേട്ടിട്ടുണ്ട്. സോ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒട്ടിക്കണം. എന്നാലാണ് പല ആൾക്കാരും നമ്മുടെ കോൺസെർട്ടിൽ വരുള്ളൂ. മറ്റവരെക്കാളും കൂടുതൽ ആൾക്കാർ വരുള്ളൂ. സോ ഇതായിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പോവാം. അത് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റേജൊക്കെ റെഡി ആയി കാണും. നല്ല ആൾക്കാരുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒട്ടിക്കാൻ വേണ്ടി ഒരു 10 പേര് കാണുന്ന സ്ഥലത്ത് ഒട്ടിക്കണം. ഇതുകൊണ്ട് ലൈഫ് ഇൻവേഡർ ഈ ടെക് കമ്പനിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു പോസ്റ്റർ ഒട്ടിച്ചേക്കാം. നമ്മുടെ ആദ്യത്തെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ? പോസ്റ്റർ കാണിച്ചില്ലേ? പോസ്റ്റർ നോക്കിയോ, നമ്മുടെ 2025 പാർട്ടി പോസ്റ്റർ. ഹാപ്പി ന്യൂ ഇയർ ഈവ് പാർട്ടി 2025 സ്പെഷ്യൽ
ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിക്ക് ഫീസ് ഇല്ല, ഇത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ലോസ് ആൻഡസിലുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോണത്. നിങ്ങളാന്ന് പറഞ്ഞ് നമ്മളെ പാർട്ടി കേട്ടില്ലേ, ഫ്രീ പാട്ട് കൊടുത്ത് എല്ലാരെയും നമ്മളെ പാർട്ടി കേട്ടിട്ട് തന്നെ കാര്യം. ലോസ് ആൻഡോസ് ഫുള്ളും ഈ പോസ്റ്റർ ഒട്ടിച്ച് നടക്കണം നമുക്ക്. കമോൺ, ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്, അവന്മാരുടെ പോസ്റ്ററിന്റെ മേളിൽ കയറ്റി ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊരു തിയേറ്ററാണ്, ഇവിടെ നല്ല ആൾക്കാർ വന്ന സ്ഥലമാണ്, എല്ലാരും കാട്ടേന്ന്. പിന്നെ ഇതിനകത്ത് സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് കണ്ടത് നമ്മളെ ലൊക്കേഷൻ ബീച്ച് സൈഡാണ് കൊടുത്തേക്കുന്നത്. അത് പറഞ്ഞ് അവിടെ വന്ന് ആരോട് ചോദിച്ചാലും അവിടുത്തെ പാട്ട് അറിയുമല്ലോ, അവര് സിമ്പിൾ ആയിട്ട് വരും. ഫ്രീ എന്നൊക്കെ വേണ്ട കാശ് എടുത്ത് എഴുതിയിട്ടുണ്ട്. സമയം വൈകുന്നേരം ആയി തുടങ്ങി, ഇനി കുറച്ച് പരിപാടി ഉടപ്പുണ്ട്. സ്റ്റേജ് മാത്രം കംപ്ലീറ്റ് ആയിട്ട് കാര്യമില്ല, വേറെ കുറച്ച് സാധനങ്ങൾ ഞാൻ പദ്ധതി ചെയ്യുന്നുണ്ട്. പോസ്റ്റർ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഞാൻ എന്താ അടുത്തൊന്ന് വന്നേന്ന് കണ്ടാ, പാപ്പാനിയുടെ വലിയൊരു സംഭവം. വേറൊന്നുമല്ല, നമ്മുടെ കൊച്ചിൻ കാർണിവലിലേക്ക് മറ്റേ പാപ്പാനെ കത്തിക്കല്ലേ, ആ സംഭവം. നമ്മളൊന്ന് ന്യൂ ഇയർ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഈ ഒരു ഡോള് കത്തിച്ച് ആണ് തീർക്കാൻ വേണ്ടി പോണത്. ഇത് ഈ സൈഡിൽ ഇവിടെ കിടക്കട്ടെ തൽക്കാലം, പിന്നീട് എടുത്ത് താഴത്തേക്ക് വെക്കാം. ഓക്കെ, എടാ നമ്മുടെ സ്റ്റേജ് ആഹാ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കട്ടെ. ഇവിടെ ഇതാലും ഇവിടെ പണിതുകൊണ്ടിരുന്നത്, ഇതെന്തോ ജനറേറ്റർ ഒക്കെയാന്ന് തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ ഇവരെന്താ നേരത്തെ പണിയെടുത്തോണ്ടിരുന്നത്. ഇപ്പൊ മനസ്സിലായടാ, ഇവിടെ ഫുള്ള് റൗണ്ട് ചെയ്ത് നല്ലൊരു ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിയറിന്റെ പരസ്യം വെച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, നമ്മുടെ കോൺട്രാക്ടർ പണി കഴിഞ്ഞാ. ഫ്രാങ്കിൾ മുതലാളി, ആദ്യം അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തുള്ളായിരുന്നു, താങ്കൾ വന്നല്ലോ. ഇതെന്താണ് ഫ്രാങ്കിൾ മുതലാളി, അവിടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വലിയ പുറത്തുണ്ടല്ലോ, ന്യൂ ഇയർ ആയിട്ട് വണ്ടി ഇതിലങ്ങ് ആഘോഷിക്കുവല്ലേ? എന്ത് പറയാനാണ് കോൺട്രാക്ടർ, ആകെ ഒരു ന്യൂ ഇയർ ആണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പാർട്ടി നടത്തുന്നത് ന്യൂ ഇയറിന്. ഇപ്പൊ പിന്നെ വൻ രീതിയിലാക്കണ്ടേ, രാത്രി പാപ്പാനെ വ്യൂ നോക്കിയ വിഷയം. പാപ്പാനെ കത്തിക്കുന്നു, ന്യൂ ഇയർ എൻഡ് ചെയ്യുന്നു, അടുത്ത പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നു. ഇനിയിപ്പോ ആൾക്കാരൊക്കെ വരാനുണ്ട്, 8 മണി 8:30 ആകുമ്പോഴേക്കും അതൊക്കെ തുടങ്ങുള്ളൂ. അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യം കൊണ്ട് മേടിക്കാനുണ്ട്, പിന്നെ പെർഫോമൻസിനൊക്കെ വരുത്താനുണ്ട്, പിന്നെ സെലിബ്രിറ്റിനെ കൊണ്ടുവരാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഓക്കെ കോൺട്രാക്ടറെ, പേയ്മെന്റ് ഞാൻ ചെയ്തേക്കാം. ശരിയല്ല, ഈ പാപ്പാനെ ഇറക്കി വെച്ചിട്ട് എനിക്ക് വേറെ സാധനം കൊണ്ടുവരാൻ വേണ്ടി എന്താ ആൾക്കാരൊക്കെ വന്ന് കയറി ഇരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടാ. പരിപാടി തുടങ്ങിയിട്ടില്ല. ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ നമ്മുടെ സ്റ്റേജിൽ നിന്ന് കുറച്ച് ദൂരത്താണ് വെച്ചേക്കണ, വേറൊന്നും അല്ല. ഇത് കത്തിക്കുമ്പോ സ്റ്റേജിലേക്ക് തീ പിടിക്കാൻ വേണ്ടി പാടില്ല, കുറച്ച് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, പാപ്പാനെ അവിടെ ഇരിക്കട്ടെ. ഞാൻ പോയിട്ട് ഒരു മെയിൻ ഐറ്റം മേടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് അത് മേടിച്ചോണ്ട് വരാം. ഓൾറൈറ്റ്, അങ്ങനെ തിരിച്ച് നമ്മുടെ പാർട്ടി സ്പോട്ടിലേക്ക് എത്തിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായി എന്തിനാ പോയെന്ന്. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, ഇത് ഇപ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് ഈ വർഷം പറയാണ്ട് മറന്നുപോയി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025. ഒരു കൊല്ലം പോയ പോകെ ഇതിലോട്ടെ സാധനം കൊണ്ട് വെച്ച് പാട്ട് എടുത്തിട്ട് ഇത് നമുക്ക് സ്റ്റേജിന്റെ അവിടെ കൊണ്ടിറക്കണം, എന്നാലാണ് ഇതെടുത്ത് സ്റ്റേജിലേക്ക് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. സ്റ്റേജിന്റെ അവിടെ ആരൊക്കെ ഉണ്ടല്ലോടാ. ഓക്കെ, ഇനി ഈ ഇയർ സ്റ്റേജിന്റെ അവിടെ വെക്കണം, എന്നാലാണ് ഭംഗി. അതാരുടെ സ്റ്റേജിൽ കയറി അത് ചിലപ്പോ ഇക്വിപ്മെന്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യണായിരിക്കും, കാരണം പെർഫോമൻസ് തുടങ്ങാറായിട്ടില്ല. ഓക്കെ, ശരിയാ ചോപ്പേ വേണം. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനൊന്നുമില്ല, എല്ലാം സെറ്റായി. ഇനി ആൾക്കാർ വന്നാൽ മതി, പെർഫോമൻസ് ഒക്കെ വന്നാൽ മതി. ഈ സാധനം ഇറക്കിയിട്ട് വണ്ടി അങ്ങ് മാറ്റിയിടാം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഇയറും വെച്ചിട്ടുണ്ട്. ഈ പുള്ളി എന്താണ്ടൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പുള്ളിയാണ് നമ്മുടെ കോൺസെർട്ടിന്റെ കോർഡിനേറ്റർ എന്ന് തോന്നുന്നത്. ഓക്കെ, നോക്കിയേ 2025 ഇത് പൊളിക്കൂന്ന് എന്റെ മനസ്സ് പറയുന്നത്. പരിപാടി നീ നിറയെ ആൾക്കാർ വരാണ്ട്. ഷിജാനെ ചോപ്പഞ്ചിടാ, നമ്മുടെ പാപ്പാന്റെ അവിടെ തിളങ്ങി നിൽപ്പുണ്ട്. പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വിശിഷ്ട അതിഥി വരുള്ളൂ. ആരാണ് നമ്മുടെ വിശിഷ്ട അതിഥി എന്നുള്ളത് അതൊരു സർപ്രൈസ് ആണ്. അതറിയണതിന് മുമ്പ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്ത് ഫുൾ സപ്പോർട്ട്. എന്നാലാണ് നമ്മുടെ ന്യൂ ഇയർ പാർട്ടി ഒരു കുഴപ്പമില്ലാതെ പോവുള്ളൂ. കൊള്ളാട്ടോ സംഭവം. ഇവിടെ ഈ ലേസർ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. മിത്രങ്ങള്, അപ്പൊ നമ്മുടെ ഈ ലോസ് ആൻഡോസ് പരിപാടി ഇവിടെ വെച്ച് തുടങ്ങാൻ വേണ്ടി പോവാണ്. കൊച്ചിയിലെങ്കിലും നമ്മള് ലോസ് ആൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺസെർട്ട് നടത്താൻ പോണ ഫുൾ ടീം ഇവിടെ ഉണ്ട്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നടത്തിക്കണം ഞാൻ ഒരു പ്രസംഗം പറയാന്ന് വിചാരിച്ചു. പറയൂ, താങ്കൾ ഈ കോൺസെർട്ട് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുത്തത് വളരെ നല്ല കാര്യം സാർ. പക്ഷെ എന്റെ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് തന്നെ കേട്ടോ. എന്താ തരാണ്ടിരിക്കുക ഞാൻ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ മൈ ഡിയർ ലോസ് ആൻഡോസ് പീപ്പിൾ, ഈ ഒരു പാർട്ടി എന്തുകൊണ്ടാണ് ഇവിടെ ഫ്രീ ആയിട്ട് നടത്തുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഇന്ന് രാവിലെ ലോസ് ആൻഡോസിലെ ഏറ്റവും പ്രമുഖമായ ഒരു പാർട്ടിക്ക് വന്നപ്പോ അവര് പറയാ കപ്പിൾസിനെ മാത്രമേ കേട്ടുള്ളൂ. അപ്പോ അതിനൊരു പ്രതികാരമായിട്ടും ലോസ് ആൻഡോസിലെ പാവപ്പെട്ടവർക്ക് ഒരു നന്മയുമായിട്ടാണ് ഈ ഒരു പാർട്ടി ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ മിത്രങ്ങളെ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എല്ലാവരും സൗഹൃദത്തോടെ ഈ ഒരു പാർട്ടി എൻജോയ് ചെയ്യും. പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ പിടിച്ചോണ്ടാൻ വേണ്ടി അവിടെ പോലീസിനെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ഈ ന്യൂ ഇയർ പാർട്ടി ചെയ്തങ്ങ് തീർക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ഷിഞ്ചാനെ വാടാ, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ തല്ലി കിട്ടും. ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു. നമ്മുടെ വിശിഷ്ട അതിഥികളെ എത്തിച്ചേരാൻ വേണ്ടി ഏതാനും സമയമുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ പാർട്ടി സോൺ എല്ലാവരും എൻജോയ് ചെയ്യുക. നമ്മുടെ കളി പുറത്താണ്, പിള്ളേര് എൻജോയ് ചെയ്യട്ടാ. ലേസർ ലൈറ്റ് ഒക്കെ ഓക്കെ. ഇനി ആൾക്കാർ വന്നു ചേരും. ഇത് തന്നെ കൂടുതലാണ്. നമുക്ക് ഈ സൈഡിലെങ്ങാനും മാറി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഓക്കെ. നമ്മുടെ പെർഫോമർ മൈക്കിന് ഓർമ്മിക്കാൻ വേണ്ടി മെയിൻ പാട്ട് ഇടുന്നുണ്ട്. ഓക്കെ,
എല്ലാരും റെഡിയല്ലേ? നമ്മുടെ ഫ്രാങ്ക്ലിൻ പാർട്ടിക്ക് ഇന്നാ പിടിച്ചോ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പാർട്ടി. അങ്ങനെ തന്നെ എല്ലാവർക്കും ആഘോഷിക്കാണോ? അല്ലാതെ കപ്പിൾസിന് മാത്രം ആഘോഷിക്കാണോ? എടാ ഷിൻജാനെ, കളിച്ചത് മതി. നമ്മുടെ വിശിഷ്ട അതിഥി എത്താറായിട്ടുണ്ട്. വാട ഷിൻജാനെ, ഇപ്പൊ തന്നെ വിശിഷ്ട അതിഥി വരും. അത് ആരാണെന്ന് റിവീൽ ചെയ്യാനുള്ള സമയമായി. ഓക്കെ, നമ്മുടെ വിശിഷ്ട അതിഥിയാണ് കാറിൽ വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിജയല്ല വരുന്നത്. അത് ഒരു സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, സൂപ്പർ സ്റ്റാർ രജനികാന്താണ്. കണ്ടില്ലേ, ഒറ്റക്ക് വന്നിരിക്കുന്നത്, കൂടെ വേറെ ആരുമില്ലാതെ. കൂട്ടമാവ് സിംഗിളാതാ വരും. തുടങ്ങിയല്ലോ. സാർ കമോൺ സാർ, നല്ല കിറ്റപ്പിലാണല്ലോ. പാർട്ടി എവിടെയാണ് സാർ? അന്ന് 2 വാക്ക് പറയണം സാർ. வந்துட்டல இனி எதுக்கு பயப்படுறேன்? வாங்க சரி, மத்தியானம் பண்ண பிறகு சார் நீங்க சாப்பிட்டு நீங்க இதா இருக்க நம்ம சொல்றோம் அப்படின்னு சொன்னாங்க. 5 மணி ஆயிடுச்சு. அது என்ன பண்ணுவோம் சொன்னா, இந்த காக்கா அந்த கழுகு மட்டும் பாக்குது. பார்த்துட்டு இந்த காக்கா வந்து டக டக டகன்னு அந்த ரெக்கைய வந்து அடிக்கணும். அவ்வளவு அடிச்சா கூட தூரம் போக முடியாது. பட் இந்த கழுகு வந்துட்டு அவளு மேல வந்து ஒண்ணு ரெக்கையால அடிக்காம அப்படியே நடிச்சுட்டே போயிட்டு இருக்கு. சோ இதுக்கு வந்து பொறாமை. அந்த காக்கா போயிட்டு அந்த கழுகு போய் கொத்தும். அந்த கழுகு രജനീകാന്ത് സൂപ്പർ ആയിട്ടുള്ള ഒരു സ്പീച്ച് കൊടുത്തോണ്ടിരിക്കുക. കൊള്ളാട്ട സ്പീച്ച്. പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, വിജയ് സെലിബ്രിറ്റി ആയിട്ട് വരുമെന്ന്. ആ സെലിബ്രിറ്റി എന്തായാലും വരും. പറഞ്ഞ വാക്ക് പാലിക്കണം. ആ കാർ വരാണ്ടോ, അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം തലപ്പതി വിജയ് വണ്ടി ഓടിച്ചു വന്നാണ്ടില്ലേ. ദേ ബോണസ് സാറിന്റെ വണ്ടി അങ്ങോട്ട് പോകണം. സാർ നിർത്തു സാർ. ഇവിടെ വിജയ് സാർ എന്താ വട്ടം ചുറ്റി കളിക്കണത്? സിനിമയല്ലേ സാർ? ഇറങ്ങി സാർ. പുള്ളി എന്താ സിനിമയിൽ മറ്റേ വില്ലന്മാർക്ക് ചുറ്റും വന്ന് വട്ടി കറക്കിയില്ലേ, അതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കണത്. സാർ നിർത്തു സാർ. ഓക്കെ, വണ്ടി നിർത്തി. സോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം തലപതി വിജയ് സാർ. யாரோ யாரிவனோ ஒரு நீரோட்டியோ யாரறிவார் ஆளும் தேரிவனோ அதை சித்து பார்க்க யார் வருவாரோ. நல்லா இருக்கியா? நான் லைட் ஆகல. ഇല്ല സാർ, ലേറ്റ് ആവില്ല. വെൽക്കം സാർ. വിജയ് സാറിന്റെ സ്പീച്ച് വേറെ വിഷയ. സാറിന്റെ സ്പീച്ച് എന്തായാലും ഇനി ഒരു പാർട്ടിക്ക് വേണം. അയ്യോ ഫ്രാങ്ക്ലിനെ, ഞാൻ പിന്നെ സ്പീച്ച് തരാണ്ടിരിക്കോ? സ്പീച്ചിൽ ഞാനൊരു മെയിൻ ആണ്. നെഞ്ചുക്കുള്ള കുടിയിരിക്കും ராசா செல்லங்களா, தேங்க்யூ. நான் தான் உங்களை என் நெஞ்சில குடி வச்சிருக்கேன்னு நினைச்சேன். இப்பதான் புரியுது, அது நான் இல்ல, நீங்க தான் என்ன உங்க நெஞ்சில குடி வச்சிருக்கீங்கன்னு. ഓക്കെ, വിജയുടെ സ്പീച്ച് കൊടുക്കുക. ഷിൻജാനും ചേരാം. അതേ ഷിൻജാനെ കേട്ടറാ. വിജയുടെ സ്പീച്ച് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടിയാണ്. எனக்கும் ஒரு சிறிய இடம் கொடுத்திருக்கிறேன். ഓക്കെ, എനിക്കൊരു അനൗൺസ്മെന്റ് നടത്താനുണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ തന്നെ രാത്രി 11 മണി ആവാറായിട്ടുണ്ട്. കറക്റ്റ് 12 മണിക്ക് ഒരു ഫയർ വർക്കോട് കൂടിയാണ് നമ്മള് ട്യൂർ ഇതാക്കണത്. എന്നാലാണല്ലോ ഒരു രസം ഉണ്ടാവുള്ളൂ. വിജയ് സാർ ഒന്ന് മറിക്കുക, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സന്തോഷ വാർത്തയുണ്ട്. 12 മണിയാകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അതോടുകൂടി അടുത്ത പുതിയ വർഷത്തിലേക്ക് കടക്കാണ്. സോ ഒരു ഫയർ വർക്കോട് കൂടി നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കടക്കാനിപ്പാണ്. ഫയർ വർക്ക് കാണാനുള്ളവരൊക്കെ ആ ഒരു സൈഡിലേക്ക് എത്തിച്ചേരുക. അവിടെയാണ് നമ്മൾ ഫയർ വർക്ക് അറേഞ്ച് ചെയ്തേക്കണം. അത് കഴിഞ്ഞ് ഈ പാപ്പാലിനെ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയുവാണ്. ഓക്കെ, പരിപാടി നടക്കട്ടെ. ഞാൻ പോയി ഫയർ വർക്കിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ. விஜய் தம்பி, நல்லா இருக்குல்லடா இந்த நியூ இயர் செலிப்ரேஷன்? நல்லா இருக்காதா ரஜினி சார்? இது நடத்துறது நம்ம அபிசம் தானே? அப்படி சொல்லடா, நல்லா இருக்கு. അതേടാ, വിജയിനെ தெரியாத കൂടെ നിക്കണോ എനിക്ക്? രാത്രി 12 മണിയായി പടക്കം പൊട്ടിച്ച്. ശരിക്കും പറഞ്ഞ ഇപ്പൊ ന്യൂ ഇയർ ആയി, അടുത്ത വർഷമായി. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ പാപ്പാലിനെ കത്തിക്കുന്ന പരിപാടിയാണ്. അത് കാണാൻ വേണ്ടി എല്ലാരും ഇവിടെ ഒത്തുകൂടി നിൽപ്പുണ്ട്. അപ്പൊ എങ്ങനെയാ കത്തിച്ച് ന്യൂ ഇയർ ഇവിടെ എങ്ങനെ ചെയ്യല്ലേ? ശരി, പാപ്പാലിക്ക് തീയിടാൻ വേണ്ടി പോണ്. Here we go. Right. ഓക്കെ, പാപ്പാലിക്ക് തീ പിടിച്ച് ഇന്ന് കത്തുന്നുണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഈ പാട്ട് കംപ്ലീറ്റ് കഴിയാൻ വേണ്ടി 1 മണിയൊക്കെ ആകും. എന്തായാലും എല്ലാവരും ഹാപ്പി ആക്കി നമ്മൾ പാർട്ടി നടത്തി. സോ നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ വീഡിയോ ഇവിടെ വെച്ച് കഴിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരോട് അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നതിന് ബൈ.